അതെ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന എന്ന ദുനിയാവിൽ കുറെ സമ്പത്ത് വേണമെന്നല്ല. ഇപ്പം നബി ഞങ്ങൾ ഏറ്റവും അധികം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണിത്. ഏറ്റവും അധികം നബി പ്രാർത്ഥിച്ചതാണ് ഈ പ്രാർത്ഥന. പക്ഷെ നബി മരിക്കുമ്പോൾ പോലും നബിയുടെ പടയെങ്കിൽ അയൽവാസിൻ്റെ വീട്ടിൽ പണയത്തിലാണ്. നബിയുടെ വീട് ഓലമേഞ്ഞ വീടാണ്. നബിയുടെ ഭാര്യമാർ അതോടുകൂടി മുഴുപ്പട്ടനിലേക്ക് മാറി. അപ്പം ഈ പ്രാർത്ഥന ഏറ്റവും അധികം പ്രാർത്ഥിച്ചത് നബിയാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അപ്പം നബിക്ക് ഹസനത്ത് കിട്ടിയോ? കിട്ടി. അപ്പം ഹസനത്ത് എന്ന് പറഞ്ഞാൽ കുറേ സമ്പത്തുണ്ടാവുക, കുറേ വലിയ വീടുണ്ടാവുക, കുറേ നല്ല വാഹനം ഉണ്ടാവുക എന്നൊന്നുമല്ല. അതുകൊണ്ട് ഹസനത്ത് ആയിക്കോളുന്നില്ല. നല്ല വീടുണ്ടായിട്ട് അതോട് കുടുങ്ങിയ മനുഷ്യന്മാരില്ല. മക്കളുണ്ടായിട്ട് ആ മക്കളെ കൊണ്ട് എടുക്കാനായ മനുഷ്യന്മാരില്ലേ. മക്കളെ കൊണ്ട് കുടുങ്ങി വസലായിട്ട് പഠിച്ചവനെ വേണ്ടില്ലേന്നു, മക്കളില്ലാത്ത നല്ലത് എന്ന് വിചാരിക്കുന്ന മനുഷ്യന്മാരില്ലേ? ഉണ്ട്. അപ്പം അത് പലർക്കും പല രൂപത്തിലാണ്. അപ്പം ഹസനത്ത് എന്ന് പറഞ്ഞാൽ അതല്ല. ദുനിയാവിൽ ഒരു സമാധാനപൂർണമായ ജീവിതം, അതാണ് സമാധാനമുള്ള ബറക്കത്തുള്ള ഒരു ജീവിതം. സമ്പത്തിലും സന്താനങ്ങളിലും അതേപോലെ കുടുംബത്തിലും എല്ലാത്തിലുമുള്ളൊരു ബറക്കത്ത്, അതാണ് അതിൽ പ്രധാനം. കുറേ സൗകര്യങ്ങൾ കിട്ടുക എന്നത് ഹസനത്താകണം എന്നില്ല. സൗകര്യമില്ലാതിരിക്കുന്നത് കൊണ്ട് ഹസനത്ത് ഇല്ല എന്നും അതിന് അർത്ഥമില്ല. അതാണ് ഇവിടെ ഈ ഹദീസും പറഞ്ഞത്. അവന് മനസ്സിൽ സംതൃപ്തി നൽകും, മനസ്സിൽ ഐശ്വര്യം. അംലസുദറക ഗിനൻ, നിന്റെ മനസ്സിൽ ഞാൻ ഐശ്വര്യം നിറച്ചു തരാം. മനസ്സിൽ ഐശ്വര്യം ധന്യതണ്ടായിക്കഴിഞ്ഞാൽ അസൗകര്യങ്ങളൊന്നും പ്രശ്നമല്ല. മനസ്സിൽ ഐശ്വര്യം ഉണ്ടെങ്കിൽ, ബറക്കത്തുണ്ടെങ്കിൽ ഭൗതികമായ അസൗകര്യങ്ങൾ ഒരു പ്രശ്നമല്ല. ഈ ബറക്കത്തില്ലെങ്കിലോ ഭൗതികമായ സൗകര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും ഒരു കാര്യം, എല്ലാ സൗകര്യവും ഉണ്ട്, പക്ഷേ ഒരു ഭക്ഷണം കഴിക്കാൻ വയ്യ, ഒരു രാത്രി പോയി ഉറക്കം വരുന്നില്ല, തിരിഞ്ഞും മറ്റും കിടക്കുക, എസിയും ഫാനും എല്ലാ സൗകര്യം ആയിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അതാണോ സൗകര്യം? അതോ ഒരു പ്രശ്നമില്ല, എവിടെ കിടന്നാലും ഹൗസായിട്ട് ഉറങ്ങും എങ്കിൽ ഒരു വിഷയമില്ല. മർഹത്താവ് പറഞ്ഞില്ലേ, ഹക്കംത ഫഅദൽത, താങ്കൾ വിധിച്ചു, നീതി കാണിച്ചു, അതുകൊണ്ട് താങ്കൾക്ക് നീതിപൂർവ്വം സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റി. മർഹത്താവിനെ തെരഞ്ഞൊന്നാളി മണൽ ഈത്തപ്പൻ്റെ ചോട്ടിൽ കയ്യും തൽക്കിച്ച് കിടന്നുറങ്ങുന്ന ഖലീഫയെ കണ്ടപ്പോഴാണ് പറഞ്ഞത്, താങ്കൾ നീതി പാലിച്ചു, അതുകൊണ്ട് താങ്കൾക്ക് ഇവിടെ സ്വസ്ഥമായി കിടന്നുറങ്ങാനും കഴിഞ്ഞു. ഒരു പ്രശ്നമില്ല, എവിടെ കിടന്നാലും അദ്ദേഹം ഉറങ്ങും, ഏത് ഭക്ഷണം കഴിക്കും, ഒരു പ്രശ്നമില്ല. മനസ്സിനൊരു ധന്യത, ഗിനൻ നഫ്സ്, മനസ്സിൻ്റെ ധന്യത, മനസ്സിൽ ഐശ്വര്യം അതുണ്ടാവലാണ് പ്രധാനം.